പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവപ്രധാനം എന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് പുതിയ സൃഷ്ടി ആകുന്നത്? ആരാണ് പുതിയ സൃഷ്ടി ആക്കുന്നത്? ഈ രഹസ്യങ്ങൾ നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് ധ്യാനിക്കുകയും ആ ശക്തി നമ്മളിൽ ദൈവം മാമോദീസായിലൂടെ നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ വിശ്വാസം നമ്മൾ കണ്ടു. ജൈറസും ലാസറിന്റെ സഹോദരിമാരും തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേരും വാസ്തവത്തിൽ ലാസറിന്റെ സഹോദരിമാർ ജൈറസിനേക്കാൾ കൂടുതൽ യേശുവിനെ അറിയുന്നവരും യേശുവിനെ സ്നേഹിക്കുന്നവരും ആയിരുന്നിട്ടും ആ ഉയർപ്പിന്റെ, പുനരുത്ഥാനത്തിന്റെ, പുതുജീവന്റെ, പുനരുജ്ജീവനത്തിന്റെ, പുതിയ സൃഷ്ടിയാക്കുന്നതിന്റെ രഹസ്യം അവർക്ക് മനസ്സിലായത് യേശു പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ്. എന്ന മാതിരി നമ്മൾ ഓരോരുത്തരും പഠിക്കണം ഈ ഉയർപ്പിന്റെ രഹസ്യം. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും കുംഭസാരത്തിലൂടെയും കുർബാനയിലൂടെയും എല്ലാം സംഭവിക്കുന്നത് പടിപടിയായി നമ്മൾ ഈ ഉയർപ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയും നമ്മുടെ ഓരോ മോളിക്യൂളും, നമ്മുടെ ഓരോ കോശങ്ങളും യേശുവിന്റെ കോശങ്ങളുമായിട്ട്, യേശുവിന്റെ ഉയർപ്പിന്റെ ശക്തിയുമായിട്ട് ലയിച്ചു ചേരുന്ന അനുഭവമാണ്. അങ്ങനെ ലയിച്ചു ചേർന്ന് നമ്മുടെ ജീവിതം പാടെ മാറും. നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാകും. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ അവനെ പോലെ ആകും. ഈ പ്രതീക്ഷ വേണം. ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ അവനെ പോലെ ആകുന്ന ഒരവസ്ഥ. 1 യോഹന്നാൻ 4:17 ഒന്ന് വായിച്ചേ. 1 യോഹന്നാൻ 4:17. ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. എന്തൊരു അത്ഭുതമില്ലേ! ഈ ലോകത്തിലെ തന്നെ നമ്മൾ അവനെ പോലെ ആകുന്ന ഒരവസ്ഥ. ഇത് നമ്മൾ ഇതിൽ പ്രത്യാശിക്കുന്നു. ദൈവം ഇത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ ശക്തിയിലൂടെയാണ് ഇത് നമ്മളിൽ സംഭവിക്കുന്നത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അവനെ പോലെ ആ പരമപരിശുദ്ധിയിൽ പങ്കുചേരുന്ന ഒരവസ്ഥ. ആ അവസ്ഥ നമ്മൾ ലക്ഷ്യം വയ്ക്കുമ്പോൾ പടിപടിയായിട്ട് ആ അവസ്ഥയിൽ നമ്മൾ ഉയരുന്നത് ദൈവത്തിന്റെ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ ഉള്ള വിശ്വാസം വഴിയും ആ പുനരുത്ഥാനം നമ്മൾ പുനരുത്ഥാനത്തിന് അവകാശമാക്കണം. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മിലേക്ക് ഒഴുകണം. അപ്പോൾ മാമോദീസായിലൂടെ ഇത് നമ്മൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. ഈ ദൈവരാജ്യത്തിന്റെ ശക്തി നമ്മളിലുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തും. ഈശോ ഓരോ സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകമെല്ലാം പോവുക, എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കുക, എല്ലാവരെയും സ്നാനപ്പെടുത്തുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും സ്നാനപ്പെടുത്തുക. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? അതിനുശേഷം എന്താ പറഞ്ഞിട്ടുള്ളത്? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതിനു മുമ്പ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അവരെ പഠിപ്പിക്കുവിൻ. ഇത് വലിയൊരു രഹസ്യമാണ്. അതായത് രണ്ടാശയമാണ്: സ്നാനപ്പെടുത്തുവിൻ, പഠിപ്പിക്കുവിൻ. അപ്പോ മാമോദീസ സ്വീകരിച്ചത് കൊണ്ട് ഒരുവനിൽ ഈ ദൈവരാജ്യം സ്ഥാപിതമാകുന്നു എങ്കിലും ആ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിന്റെ, ഉയർപ്പിന്റെ അനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് അവൻ കടന്നു ചെല്ലണമെങ്കിൽ അവൻ പടിപടിയായിട്ട് വിശ്വാസം വളരുന്നതനുസരിച്ച് അവൻ പഠിക്കണം. പ്രബോധനങ്ങൾ അവൻ ലഭിക്കണം. യഥാർത്ഥമായ പ്രബോധനങ്ങൾ ലഭിക്കണം. അപ്പോൾ വളർച്ച എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയാ നമ്മൾ വളരുക എന്നത് ആരെങ്കിലും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് വളരണമെന്നില്ല. വളരുന്നത് നമ്മുടെ മനസ്സിൽ, ബുദ്ധിയിൽ, ബോധ്യത്തിൽ വിശ്വാസത്തിന്റെ വലിയ രഹസ്യങ്ങൾ അറിയുമ്പോഴാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞതിൽ തന്നെയുണ്ട്, നിങ്ങൾ എല്ലാവരെയും സ്നാനപ്പെടുത്തുക. സ്നാനപ്പെടുത്തിയാൽ മാത്രം പോരാ, അവരെ
പഠിപ്പിക്കുക. അപ്പോൾ മാമോദീസ സ്വീകരിച്ചവരായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാമോദീസ സ്വീകരിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ആ മാമോദീസായിൽ ഉൾക്കൊള്ളുന്ന നമുക്ക് അവകാശമായിട്ടുള്ള ദൈവിക രഹസ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. ഞാൻ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ജോലി ചെയ്തു കുറേ നാൾ. പിന്നീട് വലിയ ഒരു കൺസൾട്ടിംഗ് കമ്പനിയിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റ് ആയിട്ട് ജോലി ചെയ്തു. അതിനുശേഷം അതുപോലെ ഒരു ബിസിനസ് ഞാൻ തന്നെ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ആ ബിസിനസ് സംബന്ധിച്ച് ഒരു വലിയ ഫാക്ടറിയിൽ അതിൻ്റെ മാനേജിങ് ഡയറക്ടറുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ചെന്നിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് പറഞ്ഞു, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂയിലൂടെ കടന്നു പോകണം. നിങ്ങളെ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യും. ആ ഇൻ്റർവ്യൂവിൽ വിജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഈ കോൺട്രാക്ട് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ ശരി, എന്നാൽ ഇൻ്റർവ്യൂവിന് എന്ന് വരണം. ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് തന്നു. അപ്പോൾ വളരെ പല ആശയങ്ങളും എൻ്റെ മനസ്സിൽ ഞാൻ തയ്യാറായി. എഞ്ചിനീയറിംഗ് പരമായിട്ടും ആ ഫാക്ടറിയിൽ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളൊക്കെ ഞാൻ സ്വന്തമാക്കി. എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം കൊടുക്കാനായിട്ട് എഞ്ചിനീയറിംഗ് പരമായിട്ട് ഞാൻ തയ്യാറായിട്ട് ചെന്നിരിക്കുകയാണ്. ഈ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ചിരിക്കുന്ന അദ്ദേഹം ഒരു ക്രിസ്ത്യാനി അല്ല, അദ്ദേഹം ഒരു ഹിന്ദു ആണ്. ഉത്തരേന്ത്യയിൽ നാട്ടുകാരനാണ്. പാഠക് എന്ന അദ്ദേഹത്തിൻ്റെ പേര്, പാഠക്. ഇദ്ദേഹം എന്നെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചു. ഞാൻ കടന്നു ചെന്നു, അവിടെ ഇരുന്നു. പേര് അദ്ദേഹം ഒന്നുകൂടി വായിച്ചു, തോമസ് പോൾ. അതിനുശേഷം പുള്ളി ഒറ്റ ചോദ്യവും എഞ്ചിനീയറിംഗ് പരമായിട്ട് ചോദിച്ചിട്ടില്ല. അദ്ദേഹം ചോദിച്ചു, ഓ യു ആർ തോമസ് പോൾ, വാട്ട് ക്രിസ്ത്യൻ യു ആർ? നീ ഏത് ക്രിസ്ത്യാനിയാണ്? വാട്ട് when did Christianity came to India? Who is the first pope? Who is the first Christian? ടക 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 ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ, മുഴുവനും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിനെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. മുഴുവൻ നടന്ന സംഭവമാണ്. ഇതിനെല്ലാം എല്ലാത്തിനും കൃത്യമായിട്ട് ഞാൻ പട്ടപട്ട എന്ന് ഉത്തരവും പറഞ്ഞു. ഉത്തരം കഴിഞ്ഞു, ഇന്റർവ്യൂ അവസാനിച്ചു. അദ്ദേഹം പറഞ്ഞു, യു ആർ സെലക്ടഡ്. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ സുഹൃത്തുക്കളായപ്പോൾ ഞാൻ ചോദിച്ച അദ്ദേഹത്തിനോട് ഒരു അവസരത്തിൽ, എന്തുകൊണ്ടാണ് അന്ന് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചത്? ഞാൻ എന്തോരം തലപുകഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് ആ മെഷീനെ കുറിച്ചും ഈ മെഷീനെ കുറിച്ചും എന്തെല്ലാം പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് പല വലിയ വലിയ മെഷീനുകളെ കുറിച്ചൊക്കെ പഠിച്ച് തയ്യാറായിട്ട് ചെന്നിട്ട് അതൊന്നും എന്നോട് ചോദിച്ചില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, ഒരുവൻ if a man is sure about his faith, he will be successful. ഒരുവൻ അവന്റെ വിശ്വാസത്തെ കുറിച്ച് തന്നെ പ്രബുദ്ധനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ വിജയിക്കും. എന്തൊരു വലിയ ജ്ഞാനം ഇല്ലേ? ഒരുവൻ അവന്റെ വിശ്വാസം, അവൻ ഏത് മതസ്ഥനായാലും അവന്റെ ആ വിശ്വാസത്തെ കുറിച്ച് തന്നെ അവൻ പ്രബുദ്ധനായിരിക്കണം. അവൻ അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. ഇന്ന് പിന്നീട് ഞാൻ ഇത് എൻ്റെ മനസ്സിനെ വളരെയധികം വശീകരിച്ച ഒരാശയമാണ്. ഒരുവൻ അവൻ്റെ വിശ്വാസത്തെ തന്നെ വളരുന്നതിന് പഠിക്കണം. പിന്നീട് ഞാൻ തന്നെ സ്വയം ഒരു സെമിനാരിയിലോ ബൈബിൾ കോളേജിലോ ഒന്നും ചേരാതെ ഞാൻ തന്നെ ധാരാളം പുസ്തകങ്ങൾ, ദൈവശാസ്ത്രപരമായിട്ടുള്ള പുസ്തകങ്ങൾ, പരിശുദ്ധ പിതാവിൻ്റെ പ്രബോധനങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ, സഭയുടെ പല പ്രബോധനങ്ങളും വായിച്ച് എല്ലാ ദിവസവും ഇന്നും വായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ ജീവിതത്തിലെ അനുദിന ഒരു പ്രക്രിയയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്രയും തിരക്ക് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴെല്ലാം, കാറിലായാലും ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും ഒരു സഞ്ചിയിൽ മുഴുവനും ഇതുപോലെയുള്ള പുസ്തകങ്ങളും അങ്ങനെ പഠന വിഷയമാക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഇഫ് യു ആർ നോട്ട് up to date, you will be outdated. If you are not updated, you will be
ഔട്ട്ഡേറ്റഡ്. ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് തിയോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആശയം, ആ ക്രിസ്ത്യാനി അല്ലാത്ത വ്യക്തി ക്രിസ്തീയതയെക്കുറിച്ച് വലിയ കാര്യങ്ങൾ എന്നോട് ചോദിച്ച് അതിനെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു. അദ്ദേഹം എന്നെ ജോലിയിൽ അല്ലെങ്കിൽ ആ ഉദ്ദേശിച്ച കാര്യത്തിൽ പാസ്സാക്കി. പിന്നീട് ഞാൻ ആ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് വിശ്വാസത്തിൽ വളരണമെങ്കിൽ നമ്മൾ തന്നെ പഠിക്കണം, നമ്മൾ പഠിക്കണം, പ്രബുദ്ധരാകണം, നമ്മുടെ പ്രബോധനങ്ങൾ മനസ്സിലാക്കണം. ഇതിനെ ആസ്പദമാക്കി പിന്നീട് എനിക്കൊരു ദൈവവചനം അതിനെ മനസ്സിലായി. ദൈവവചനത്തിൻ്റെ രഹസ്യം എനിക്ക് അപ്പോൾ മനസ്സിലായി. ഇതിനെ ആസ്പദമാക്കി എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചന, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യത്തെയും നീതിയെയും കുറിച്ച് പഠിക്കുക, അപ്പോൾ നല്ല ജോലി കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താ, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷിക്കുന്നതിനും നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണത്തെക്കുറിച്ചും ആത്മാവിന് ജീവൻ നൽകുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. വാസ്തവത്തിൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ യൂണിവേഴ്സിറ്റി വരെ പഠിക്കുന്നു. ഒരു നഴ്സറി സ്കൂളിൽ നിന്ന് തുടങ്ങി യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിച്ച് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഏതാണ്ട് 20ഓളം വർഷം ഒരുവൻ വിദ്യാഭ്യാസത്തിന് ചെലവാക്കുന്നു. മനസ്സിലായോ? എത്രത്തോളം പൈസയും എന്തെല്ലാം അതിനു വേണ്ടിയുള്ള ഒത്താശകളും എന്തെല്ലാം വലിയ സംരംഭങ്ങളും ിലൂടെയും കടന്നുപോയി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷനും അതെല്ലാം എടുത്ത് പുറത്താക്കി 20 വർഷം നമ്മൾ പഠിക്കുമ്പോൾ ഈ 20 വർഷത്തെ പഠനത്തിൽ നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുന്ന എന്തെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ടോ? മനസ്സിലാക്കി നോക്കി. 20 വർഷം നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ കടന്നു വന്നിട്ട് മനുഷ്യൻ ജീവിക്കാൻ പഠിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. 20 വർഷം പഠിച്ച് മാനേജ്മെന്റിൽ ഗോൾഡ് മെഡൽ എടുത്ത് ഈ ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ക്രൈസ്തവ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മാനേജ്മെന്റിൽ ഗോൾഡ് മെഡൽ എടുത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുടുംബം മാനേജ് ചെയ്യാൻ പരാജയപ്പെടുന്നു. ഡൈവേഴ്സായി, മക്കൾ ഒരു സ്ഥലത്ത്, ഭാര്യ ഒരു സ്ഥലത്ത്, ഇയാൾ ഒരു സ്ഥലത്ത്. എന്ത് മാനേജ്മെന്റാണ് പഠിച്ചത്? മനസ്സിലായോ? 20 വർഷത്തോളം പഠിച്ച് അവസാനം മാനേജ്മെന്റിൽ ഗോൾഡ് മെഡൽ എടുത്ത ഒരു വ്യക്തി സ്വന്തം കുടുംബം മാനേജ് ചെയ്യാൻ സാധിക്കാതെ തകർച്ചയിലേക്ക് പോകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ന് നമ്മളുടെ നാട്ടിൽ നിലകൊള്ളുന്നത്. എന്തുകൊണ്ട്? നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുന്ന ദൈവത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് പഠിക്കുന്നില്ല. അപ്പോൾ പഠനം, മാമോദീസ, കർത്താവ് പറഞ്ഞു, ബാപ്റ്റൈസ് ദം ആൻഡ് ടീച്ച് ദം. ബാപ്റ്റൈസ് ദം ആൻഡ് ടീച്ച് ദം. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ചില കാര്യങ്ങൾ മാമോദീസ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. മാമോദീസയ്ക്ക് മുമ്പ് എല്ലാം പഠിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ മാമോദീസ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ കൂടുതലായി ദൈവത്തിൻ്റെ ഈ രഹസ്യങ്ങൾ പഠിക്കുമ്പോൾ ഈ മാമോദീസയിൽ നിന്നും ഓരോരോ ഫയൽ തുറക്കുകയാണ്, ഓരോരോ ചാപ്റ്റർ തുറക്കുകയാണ്. ഒരുപക്ഷെ ഒരു കമ്പ്യൂട്ടറിൻ്റെ രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ മാമോദീസായിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ ഒന്നൊന്നായിട്ട് തുറക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് പ്രബോധനത്തിലൂടെയാണ് വളർച്ച ഉണ്ടാകുന്നത്. വളർച്ചാ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. പുതിയ പുതിയ പ്രബോധനങ്ങളിൽ നമ്മൾ പ്രബുദ്ധരാകണം. അപ്പോൾ ഈശോ തന്നെ പല പ്രബോധനങ്ങൾ നൽകുമ്പോൾ മറ്റുള്ളവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇവനാ ഔസേപ്പിന്റെ മകനല്ലേ, ഇവൻ ഇതെല്ലാം എങ്ങനെ പഠിച്ചു? വലിയ ദൈവശാസ്ത്രികളായ അല്ലെങ്കിൽ ഫരിസേയ പ്രമാണികളും
ദൈവത്തിൻ്റെ നിയമത്തെ ധാരാളം പഠിച്ചവരെല്ലാം യേശുവിൻ്റെ പ്രബോധനം കേട്ടിട്ട് അത്ഭുത സ്തബ്ധരായി നിൽക്കുകയാണ്. ഇവൻ ഇപ്പോൾ ഇത് പറയുമ്പോഴെല്ലാം ദൈവവചനത്തിന് ഒരു പുതിയ മാനം, ഒരു പുതിയ അറിവ്, ഒരു പുതിയ ശക്തി, നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് ഉയരുന്നുണ്ടല്ലോ എന്ന ഒരു വിഷയം. അപ്പോൾ സുവിശേഷത്തിൽ ഇപ്രകാരം നൽകിയിരിക്കുന്ന പല രഹസ്യങ്ങളെക്കുറിച്ചും നമ്മൾ ധാരാളം വിചിന്തനം ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത്. ഇനി നമ്മൾ കേട്ടു, പുതിയ സൃഷ്ടിയാവുക. ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിൻ്റെ വളർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പുതിയ സൃഷ്ടിയാവുക എന്നതിന് എവിടെ നിന്ന് ആരംഭിക്കണം? എവിടെ മുതൽ നമ്മൾ പുതിയ സൃഷ്ടിയാകണം? എന്തെല്ലാമാണ് ആ പഴയ സൃഷ്ടി എന്നുള്ള നിലയിൽ നമ്മിൽ കുടികൊള്ളുന്നത്? എവിടെ മുതൽ നമ്മളിൽ പുതിയ സൃഷ്ടിയാകണം? പുതിയ സൃഷ്ടിയാവുക എന്ന് പറഞ്ഞാൽ ആദം മുതൽ ഉള്ള ആ പഴയ മനുഷ്യൻ നമ്മളിൽ ഇന്നും കുടികൊള്ളുകയാണ്. നമ്മളിൽ ഇന്നും ആദത്തിന്റെ ചില സ്വഭാവങ്ങൾ നിലനിൽക്കുന്നു. പുതിയ സൃഷ്ടിയാവണം, കർത്താവേ ഞാൻ പുതിയ സൃഷ്ടിയായി, ധ്യാനം കൂടി പുതിയ സൃഷ്ടിയായി, ഹല്ലേലൂയ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. നമ്മളിൽ കുടികൊള്ളുന്ന പഴയ ആദം മുതലുള്ള ആദത്തിൻ്റെ തന്നെ സ്വഭാവം നമ്മളിൽ കുടികൊള്ളുന്നു. കായന്റെ സ്വഭാവം നമ്മളിൽ കുടികൊള്ളുന്നു. ഇസ്മായിലിൻ്റെ സ്വഭാവം നമ്മളിൽ കുടികൊള്ളുന്നു. ഏശാവിൻ്റെ സ്വഭാവം നമ്മളിൽ കുടികൊള്ളുന്നു. ഈ സ്വഭാവത്തിനെ നമ്മൾ എങ്ങനെ മുറിച്ചു മാറ്റും? ഇതിനെ വേറെ വിധത്തിൽ കൂടി നമുക്ക് പറയുകയാണെങ്കിൽ ഹീലിംഗ് ഓഫ് ജനറേഷൻ എന്ന് പറയും. നമ്മളൊരു വ്യക്തിയുടെ പുതിയ സൃഷ്ടിയാകുന്നതിനോടൊപ്പം തന്നെ പരമ്പരകളുടെ ജനറേഷൻ, തലമുറകളിലൂടെയുള്ള പുതിയ സൃഷ്ടിയാകുന്ന ഒരു രംഗത്തിലേക്ക് നമ്മൾ കടന്നു വരണം. സുവിശേഷത്തിൽ മുഴുവൻ നമ്മൾ കാണിച്ചിരിക്കുന്നതും പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ ആരംഭം തന്നെ, പുതിയ നിയമത്തിൻ്റെ ആരംഭം മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ ആരംഭം എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് യേശുവിൻ്റെ വംശാവലി. യേശുവിൻ്റെ വംശാവലി ഇപ്രകാരമായിരുന്നു. എന്നിട്ട് അബ്രാഹം മുതൽ ദാവീദ് വരെ 14 തലമുറകളും, ദാവീദ് മുതൽ ബാബിലോണിയൻ പ്രവാസം വരെ 14 തലമുറകൾ, ബാബിലോണിയൻ പ്രവാസം മുതൽ ഔസേപ്പ് വരെ 14 തലമുറകൾ. അപ്പോൾ 14 14 14 4 3 12 42 തലമുറകളുടെ നവീനീകരണമാണ് പുതിയ നിയമത്തിൽ കാണിച്ചിരിക്കുന്നത്. അബ്രാഹാം മുതലേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ മത്തായിൽ. എന്നാൽ ലൂക്കയുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 21 കഴിഞ്ഞിട്ട് 22-ലാന്ന് തോന്നുന്നു, ഈശോയുടെ മാമോദീസായുടെ സമയത്ത് ശബ്ദം കേട്ടു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നീ ഒരു പുതിയ സൃഷ്ടിയാണ്. അതിനുശേഷം യേശുവിൻ്റെ മാമോദീസായ്ക്ക് ശേഷം ആണ് ഈ വംശാവലിയെ കുറിച്ച് പറയുന്നത്. അവിടെ വംശാവലിയെ കുറിച്ച് പറയുമ്പോൾ നേരെ തല കീഴാക്കിയാ പറയുന്നത്. യേശുവിൽ നിന്ന് ആരംഭിച്ച് അങ്ങ് ആദം അപ്പാപ്പം വരെയുള്ള കഥയാ പറയുന്നത്. ഒന്ന് വായിച്ചേ, 22:3-22. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അവൻ ജോസഫിന്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു. ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു. ഇവിടെ ജോസഫിന്റെ മകനാണ് ആര്? യേശു. എന്നാൽ വാസ്തവത്തിൽ ജോസഫുമായിട്ട് ശാരീരികമായിട്ട് ബന്ധമുണ്ടോ? അപ്പോൾ ഇവിടെ യേശുവിൻ്റെ പരമ്പര എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പഴയ തലമുറകളിൽ നിന്നും പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റപ്പെട്ട, ശാരീരികമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുതിയ തലമുറ യേശുവിലൂടെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ വംശാവലിയിൽ അവിടെ ആദവും ഇനി
ഇത് ലൂക്ക എഴുതുമ്പോൾ ഇതിൻ്റെ അവസാനം, ആ പാരഗ്രാഫിൻ്റെ അവസാനം നോക്കുകയാണെങ്കിൽ അത് മത്തായി എഴുതിയിരിക്കുന്ന മാതിരി അബ്രാഹത്തിൽ അവസാനിക്കുന്നില്ല. എവിടെ അവസാനിക്കുന്നു? ആദത്തിൽ വരെ അവസാനിക്കുന്നത്. ആദം വരെ പോവുകയാണ്. അവസാനം വായിക്കുക. കൈനാൻ ഏനോസിന്റെയും ഏനോസ് സേത്തിന്റെയും സേത്ത് ആദാമിന്റെയും പുത്രനായിരുന്നു. ആദം ദൈവത്തിൻ്റെതുമായിരുന്നു. ഇപ്പോൾ വാസ്തവത്തിൽ ആദ്യം നമ്മൾ കണ്ടു, ഈ പാരഗ്രാഫിൻ്റെ ആദ്യം കർത്താവ് പറഞ്ഞു, നീ എൻ്റെ പ്രിയപുത്രൻ. ആര്? യേശു. അവിടെ നിന്ന് തുടങ്ങി ആ പാരഗ്രാഫിൻ്റെ അവസാനം ആദം. ആദത്തിന് ആരുടെ പുത്രൻ? ആദം ദൈവത്തിൻ്റെ പുത്രൻ. കണ്ടോ, ഈ രണ്ട് ദൈവപുത്രന്മാർ തമ്മിലുള്ള കഥയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദം ദൈവപുത്രൻ ആയിരുന്നു എങ്കിലും ആദത്തിൻ്റെ ആ ബലഹീനതകളും ആദത്തിലുണ്ടായ തിന്മകളും മൂലം ആ വംശാവലിയിൽ ധാരാളം തിന്മ സംഭവിച്ച് ആ വംശാവലി തിന്മയുടെ ഒരു വംശാവലിയാവുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലൂടെ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പ്രകാശിക്കപ്പെട്ടപ്പോൾ ദൈവം ഈ വംശാവലിയെ ഒന്നൊന്നായിട്ട് വിശുദ്ധീകരിച്ച് യേശുവിൽ വന്നപ്പോൾ ആ ആദം മുതൽ ഉള്ള യാതൊരു തിന്മയും യേശുവിൽ കാണുന്നില്ല. ഈവൻ ഔസേപ്പിൽ വരെ കാണുന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു രഹസ്യം ഇതാണ്, ഹീലിംഗ് ഓഫ് ജനറേഷൻ. പുതിയ സൃഷ്ടിയാക്കൽ ഒരു വ്യക്തിയിൽ, നമ്മളൊരു വ്യക്തിയിലാണ് നടക്കുന്നതെങ്കിലും അതിനെ കണക്ഷൻ, അതിന് ആദം മുതൽ കണക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ആദം, അബ്രാഹം, നോഹ, അബ്രാഹം, ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിൽ പുതിയ സൃഷ്ടിയാക്കുന്ന സംഭവം നമുക്ക് വേണ്ടി സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? ഇന്ന് ജീവിക്കുന്ന നമുക്ക് വേണ്ടി നമ്മുടെ പരമ്പരയുടെ ആ ആദ്യ കാലഘട്ടങ്ങളിൽ ദൈവം തന്നെ ഈ പുതിയ സൃഷ്ടിയാക്കുന്ന സമ്പ്രദായം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നോഹ ആദത്തിൻ്റെ തലമുറയിൽ നിന്നുള്ളവനായിരുന്നുവെങ്കിലും നോഹ ആദത്തെ പോലെ അല്ലായിരുന്നു. നോഹ ഒരു പുതിയ സൃഷ്ടിയായിരുന്നു. അബ്രാഹവും ആദത്തിൻ്റെ പരമ്പരയിൽ ആയിരുന്നുവെങ്കിലും വംശാവലിയിൽ നിന്ന് ആയിരുന്നുവെങ്കിലും അബ്രാഹാം ആദത്തിനെ പോലെ ആയിരുന്നില്ല, മറിച്ച് ഒരു പുതിയ സൃഷ്ടി. ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവിടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി? ആദത്തിൻ്റെ സ്വഭാവം, ആദത്തിൻ്റെ വംശാവലിയിൽ നിന്ന് വന്ന നോഹയുടെയും അബ്രാഹത്തിൻ്റെയും സ്വഭാവത്തിൽ വളരെ വ്യത്യാസം. ഇത്രയെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടായ കാര്യം ജയിച്ചോ ഇല്ലയോ? നമുക്ക് അബ്രാഹത്തിൻ്റെ മാതിരി ഒരു സ്വഭാവം കിട്ടിയാൽ പോരെ? വളരെ ഈ ഒരിക്കൽ ഒരു അമ്മച്ചി ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോൾ, ഇപ്പോൾ ഇത് സഹോദരിമാർക്ക് കുറ്റം പറയണമല്ല, സഹോദരിമാർക്കുള്ളൊരു ധ്യാനമൊക്കെ കൂടി ഭയങ്കര ആത്മീയതയിൽ വരുമ്പോൾ പിന്നെ അവരുടെ വിചാരം ഇനി എൻ്റെ ഭർത്താവിനെ കൂടി ഒന്ന് ധ്യാനം കൂട്ടി മതി എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഭർത്താവിന് ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ധ്യാനമെല്ലാം കൂട്ടിക്കഴിഞ്ഞപ്പോൾ കുറേ വിശുദ്ധന്മാരുടെ പുസ്തകമൊക്കെ വായിച്ച്, പല വിശുദ്ധന്മാർ, പാദ്രി പിയോ, ഫ്രാൻസിസ് അസീസി, ഫ്രാൻസിസ് സേവിയർ, ഡൊമിനിക് ചാവി, ഇങ്ങനെയുള്ളവരുടെയൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചിക്ക് അല്ലെങ്കിൽ ചേട്ടത്തിക്ക് ഒരു മോഹം, എൻ്റെ ഭർത്താവ് ആ പാദ്രി പിയോൻ്റെയൊക്കെ മാതിരി ആണെങ്കിൽ നല്ല ഒരു സ്വഭാവമാണെന്നുള്ള കാര്യം മനസ്സിലായോ? അപ്പോൾ ഒരിക്കലൊരു സഹോദരി വന്നിട്ട് പറഞ്ഞിങ്ങനെ, എൻ്റെ ബ്രദറെ, ഞാനിപ്പം ധ്യാനമൊക്കെ കൂടി ഒരുവിധം വിശുദ്ധിയിലാണ് എൻ്റെ ജീവിതം, പക്ഷേ എൻ്റെ ഭർത്താവ് എന്നും സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കും, പള്ളിയിൽ വന്നാലും ആ പള്ളിയുടെ പുറകത്തുനിന്ന് സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കും, എന്ത് ചെയ്യാം, ഇത് എങ്ങനെ ഒന്ന് മാറും? അപ്പോൾ ഈ ഭർത്താവിനെ മുമ്പിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ ഉള്ള കുറ്റങ്ങളെല്ലാം പറയണം. ഒരു അരമണിക്കൂർ ആ മഹാൻ ഇതെല്ലാം കേട്ടു, ഞാനും കേട്ടു. അപ്പോൾ കുറ്റങ്ങൾ ശരി തന്നെയാണ്. എന്താ കുറ്റം? പള്ളിയിൽ വന്നാൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, ഇതൊക്കെ കുറ്റം. പള്ളിയിൽ വന്നാൽ ഒന്ന് കൈ കുപ്പില്ല, മുട്ടുകുത്തില്ല, ഇങ്ങനെയുള്ള കുറ്റങ്ങൾ. അപ്പം ഞാൻ ചോദിച്ചേ, ഒരു നല്ല കാര്യം ഇയാളെക്കുറിച്ച് ഒന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിച്ചു. ഇയാൾ ചെയ്യണ ഒരു നല്ല കാര്യം, ഇത്രയും ചീത്ത കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നുണ്ട്, ഇയാൾ ഒരു നല്ല കാര്യം ചെയ്യേണ്ടതെന്ന്, നല്ല കാര്യം. പിന്നെ കുറേ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി പറഞ്ഞു, നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ, നല്ല കാര്യങ്ങളുണ്ട്. എന്താ ഒരു നല്ല കാര്യം? അപ്പോൾ ഇയാൾക്ക് വലിയ സന്തോഷമായി, ഇയാൾക്ക് കുറച്ച് സന്തോഷമായി. ദൈവമേ, ഇയാളുടെ മുമ്പിൽ വെച്ച് പറയും, നല്ല കാര്യം
പ്രധാനമായിട്ടും നല്ല കാര്യം, ഇയാള് നല്ല കറി വയ്ക്കും, നല്ല കറി. ഞാൻ ചോദിച്ചു ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? ഇദ്ദേഹം കിച്ചണിൽ അടുക്കളയിൽ കയറി നല്ല ഭക്ഷണം പാകം ചെയ്യും. അതിന് ഇയാൾക്ക് ഒരു പ്രത്യേക, അത് വലിയൊരു രസം. എനിക്ക് അല്പം പോലും ചിന്തിക്കാൻ സാധിച്ചില്ല ഈ മനുഷ്യൻ ഇത്രയും നല്ലൊരു സ്വഭാവം ഉണ്ടെന്ന് കാണാൻ സാധിച്ചു. പിന്നെ ഞാൻ ചോദിച്ചു ഇനി വേറൊരു നല്ല കാര്യം പറയാമോ? വേറൊരു നല്ല കാര്യം വേറെ പറഞ്ഞു. ഞാൻ ജോലിക്കൊക്കെ പോകും, പക്ഷെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇദ്ദേഹം വീടെല്ലാം അടിച്ച് തുടച്ചെല്ലാം ക്ലീൻ ആക്കി വെച്ചേക്കും. ഇപ്പൊ ചിലവർ ചോദിക്കായിരിക്കും അയാളുടെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരാനായിട്ട്. വീണ്ടും ഞാൻ ചോദിച്ചു ഇനി വേറെ എന്തെങ്കിലും ഒരു നല്ല കാര്യം? വേറൊരു നല്ല കാര്യം, പുറത്ത് ഗാർഡൻ വളരെ മനോഹരമാക്കി ഇദ്ദേഹം. ഞാൻ ചോദിച്ചു ഇത്രയൊക്കെ ചെയ്താൽ പോരെ ഒരു ഭർത്താവ്? ഇത് തന്നെ എന്തോരം നല്ല കാര്യം, പക്ഷെ പ്രാർത്ഥിക്കണില്ല. മനസ്സിലായോ? ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതം യാഥാർത്ഥ്യവുമായിട്ട്, നമ്മളുടെ ഈ ആത്മീയത, നമ്മൾ ആത്മീയ ശക്തി ലഭിക്കുന്നത് യാഥാർത്ഥ്യവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുത്തുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭർത്താവ് ഒരു വിശുദ്ധനാകണം. ഞാനിപ്പോൾ ഇതൊരു ഉദാഹരണം പറയുന്നുള്ളൂ. ഇത് ഭർത്താക്കന്മാരും ഭാര്യമാർക്കും എല്ലാം അതേമാതിരി തന്നെയാണ്. ഭർത്താക്കന്മാരും പറയും ഇതേമാതിരി തന്നെ. ഞാനിപ്പോൾ നവീകരണത്തിലേക്ക് വന്ന നല്ല അനുഭവത്തിലാണ്. പക്ഷേ എൻ്റെ ഭാര്യയുടെ കാര്യം എന്ത് പറഞ്ഞാൽ, പ്രാർത്ഥനയുടെ നേരത്ത് ചങ്ങാതി ഇരുന്ന് നല്ല ഉറക്കമായിരിക്കും. ഉറക്ക ഗുളിയുടെ ആവശ്യമില്ല. ഏത് ഗുളിക കൊടുത്താൽ മതി? കൊന്ത കയ്യിൽ കിട്ടിയാൽ ആള് ഉറങ്ങിക്കോളും. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കംപ്ലൈൻറ്റുകളാണ് എപ്പോഴും നമ്മൾ കേൾക്കുന്നത്. അപ്പം എന്താ ഇവിടെയുള്ള പ്രശ്നം? നമ്മൾ ദൈവത്തിൻ്റെ ആത്മീയ ശക്തി നമ്മളിലേക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ ബന്ധിക്കുന്നില്ല, ജീവിതവുമായിട്ട് അതിനെ കണക്ഷൻ